മുനമ്പം ഭൂസംരക്ഷണ സമിതി പിളർന്നു. ഔദ്യോഗിക വിഭാഗം സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ സമരം തുടരാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. BJP അനുകൂലികളാണ് സമരം തുടരുന്നതെന്ന് ഭൂസംരക്ഷണ സമിതി കൺവീനർ ജോസഫ് ബെന്നി ആരോപിച്ചു. 414 ദിവസം ഒറ്റക്കെട്ടായി നിന്ന മുനമ്പം നിവാസികളുടെ സമരം അവസാനിച്ചു. അതേസമയം മറ്റൊരു വിഭാഗം പള്ളിക്ക് പുറത്ത് പുതിയ സമരപ്പന്തൽ ഉയർത്തി. ബദൽ സമരം BJP സ്പോൺസേർഡ് പരിപാടിയെന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആരോപണം. അതിൻ്റെ അകത്ത് ഇവിടത്തെ ഉള്ള 610 കുടുംബങ്ങളുണ്ട്. അതിൽ BJP മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ എല്ലാമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. എന്നാൽ സമരം നടത്തുന്നവർ ആരോപണം തള്ളി. അപ്പോൾ ഒരു കൂടിയാലോചന ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രിമാരായ K. രാജൻ, P. രാജീവ് എന്നിവർ നേരിട്ടെത്തി നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. മുനമ്പത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ആരും ഉപയോഗിക്കരുതെന്ന സമരവേദിയിലെത്തിയ ഇരുമന്ത്രിമാരും പ്രതികരിച്ചു. മുനമ്പത്തെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ തുലാസിലെ ഒരു കട്ടയാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ആരും തയ്യാറാകരുത് എന്ന വിനീതമായ അഭിപ്രായമേ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം, രാഷ്ട്രീയ താല്പര്യം വെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നില്ല. മുനമ്പം ഭൂമി തർക്കത്തിന്റെ നിയമവ്യവഹാരങ്ങൾ വഖഫ് ട്രൈബ്യൂണലിന്റെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിലാണ്. അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ കരമടക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. പള്ളിമുറ്റത്തു നിന്ന് ആരംഭിച്ച് ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച മുനമ്പം ഭൂസമരം പള്ളിക്ക് പുറത്തേക്ക് പോകുകയാണ്. പുതിയ സമരത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. മുനമ്പത്ത് നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, ബെനിഫിറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.